മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മുടെ മഞ്ജു ഒരു ടെക്സ്റ്റൈൽസിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ മഹി കണ്ടുവല്ലോ. അപ്പം മഹിക്ക് വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നിയായിരുന്നു. അപ്പോൾ എന്നിട്ട് മഹി ചെന്ന് ചോദിച്ചു, ഇതിൻ്റെ എന്തെങ്കിലും ആവശ്യം നിനക്കുണ്ടായിരുന്നോ മഞ്ജു എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഏട്ടത്തി അത് കുഴപ്പമില്ല, സാഗരേട്ടനും ഒരു ചെറിയ ജോലിക്ക് പോകുന്നുണ്ട്, അപ്പോൾ രണ്ടുപേരും കൂടെ ജോലി, ഞാൻ എന്തായാലും വെറുതെ വീട്ടിലിരിക്കുകയാണല്ലോ മഹി ഏട്ടത്തി, അപ്പോൾ അതുകൊണ്ട് പോണയാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് മഹാലക്ഷ്മി പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മുടെ വർക്ക് സൈറ്റിൽ ഒരു ചെറിയ വിഷയം ഉണ്ടായല്ലോ. നമ്മുടെ സാഗർ ഇവരുടെ ഈ കണ്ണൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ആ ഒരു ജോലിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ണി ഇത് നമ്മുടെ സാഗറാണെന്ന് തിരിച്ചറിയുകയും സാഗറുമായിട്ട് ഒരു അടി ഉണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഉണ്ണി പറഞ്ഞ് പരത്തുന്നത് എന്താണെന്ന് വെച്ചാൽ മഹിയും സാഗറും തമ്മിൽ ഇപ്പോഴും എന്തോ ഒരു ഇടപാടുണ്ടെന്നും അവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ മഹാലക്ഷ്മി സാഗറിന് ഇവിടെ ജോലി കൊടുത്തു എന്നൊക്കെ ഉള്ള മോശപ്പെട്ട രീതിയിലൊക്കെ ഈ ഉണ്ണി സംസാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ മഹാലക്ഷ്മി പിന്നെ ഒന്നും നോക്കിയില്ല, സാഗറിനോട് പറഞ്ഞു, നിങ്ങളിവിടെ എന്തായാലും ജോലി ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് സാഗറിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. പക്ഷേ സാഗറിനെ കുറ്റം മഹാലക്ഷ്മിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം ഇത്രയും സ്റ്റാഫുകളുടെ മുമ്പിൽ വെച്ച് ഉണ്ണി അത്രയും വൃത്തികെട്ട രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഉണ്ണി നേരെ ചെന്നിട്ട് നമ്മുടെ മേഘനാഥനെ കാണുകയാണ്. ആ വില്ലാളി വീരനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇന്നതുപോലെ നമ്മുടെ സൈറ്റിൽ സാഗർ ഒരു പണിയില്ലാണ്ട് അവിടെ വന്ന് ചുമടെടുക്കൽ ജോലിയായിരുന്നു, ഞാൻ നെഞ്ച് ചേർത്ത് തന്നെ ഒരെണ്ണം അവനെ കൈയോടെ പിടിച്ച് കൊടുക്കുകയും ചെയ്തു, ഉണ്ട് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മേഘനാഥന് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, കാരണം ഇനിയിപ്പോൾ പിന്നെ പണിയില്ലാണ്ട് കിടന്ന് തെണ്ടുമ്പോൾ അവനെ എന്തായാലും അവനെ ഇട്ടേച്ച് മഞ്ജു പോകും. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അവൾക്കിപ്പോൾ ഒരു ടെക്സ്റ്റൈൽസിൽ ഇന്ന കടയിൽ ഒരു സെയിൽസ് ഗേളായിട്ട് അവൾ വർക്ക് ചെയ്യണേന്ന്. ഇതും കൂടെ കേട്ടപ്പോൾ മേഘന് ഭയങ്കര സന്തോഷമായി. എന്നാൽ പിന്നെ നാളെ തന്നെ ആ പണിയും കൂടെ ഞാൻ ഒതുക്കി തരാടാ ഉണ്ണിയെന്ന് പറയുന്നുണ്ട്. അവസാനം യവനും അവളും പണിയില്ലാണ്ട് തെണ്ടി കുത്തുവാളെടുക്കും. അതുമല്ല, ആ സാഗറിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ആ മയക്കുമരുന്ന് കേസ്, അതിലെന്തായാലും ഇവൻ അകത്ത് കിടക്കും, തൂങ്ങുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാന്ന് പറയുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ആ രീതിയിലാണെന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ പിരിയണം. അത് കഴിഞ്ഞിട്ട് മേഘനാഥൻ വീട്ടിൽ വരണം. വന്നു കഴിഞ്ഞിട്ട് അമ്മയെന്നും പറഞ്ഞ് മറ്റേ സീമന്തിനീനെ വിളിച്ചുകൊണ്ട് ചെല്ലണം. അപ്പം ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. അമ്മ അറിഞ്ഞില്ലേ, ആ മഞ്ജുവിൻ്റെ ഭർത്താവായ സാഗർ ഇപ്പോൾ നമ്മുടെ കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെ കമ്പനിയിലെ ചുമട്ട് തൊഴിലാളിയാണ്. ഇന്ന് ഉണ്ണി കയ്യോടെ പിടിച്ച് അവനെ നെഞ്ചു നോക്കി രണ്ട് കൊടുത്ത് അവനെ പറഞ്ഞ് വെളിയിലാക്കിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സീമന്തിന് ചോദിക്കുന്നുണ്ട്, അവനാരാ നമ്മളെ കുടുംബത്തിൽ ഇത്രയും ഒരു ഇത് ചെയ്തവൻ അവിടെ ജോലി കൊടുത്തതാരാ, അല്ലാണ്ട് ആരെയും അവൾ തന്നെ മഹാലക്ഷ്മി. അപ്പോൾ ഇവർ സംസാരിക്കുന്ന കേട്ടിട്ട് നമ്മുടെ വാമദേവനും അവിടെ വരെയാണ്. വാമദേവൻ വന്നിട്ട് ചോദിച്ചു, എന്താടാ മോനെ പ്രശ്നം. അപ്പം വാമദേവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛാ, ഇക്കണക്കിന് പോവുകയാണെങ്കിൽ സാഗർ ഈ മയക്കുമരുന്നിൻ്റെ കേസിൽ അകത്താവും. ആ സമയത്ത് ഇവൾ ആരും നോക്കാനില്ലാണ്ട് ഒന്നും ഇല്ലാണ്ട് പൈസ ഇല്ലാണ്ട് ഇവൾ നേരെ എൻ്റെ കാൽക്കീഴിൽ തന്നെ വീഴും. കാരണം എന്തായാലും ഉണ്ണിയും അവളുടെ അമ്മയൊന്നും ഇനി അവൾ ആ വീട്ടിൽ കയറ്റില്ല. കണ്ണനും മഹാലക്ഷ്മിയെ അവളെ സഹായിക്കില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് എന്തായാലും എൻ്റെ കാൽ കീഴിൽ തന്നെ അവൾ വരും. ഇവൾ വന്നു കഴിഞ്ഞ് ഇവൾക്ക് സ്വത്തുക്കളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പട്ടിയെ പോലെ ഞാൻ ഇവളെ ആട്ടി ഇറക്കുമെന്നും പറഞ്ഞങ്ങ് അട്ടഹസിച്ച് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ സീമന്തിന് പറഞ്ഞു, അതെ, നീ ഒരുപാട് മറ്റും അങ്ങ് ചിരിക്കുകയൊന്നും വേണ്ട. ഇവിടെ ഇനിയിപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും ഇനി എന്തൊക്കെയാണ് മഞ്ജു, എത്രയായാലും സ്വന്തം പെങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ണൻ എല്ലാം നോക്കിയിരിക്കുന്നൊന്നും നീ വിചാരിക്കേണ്ടെന്ന് സീമന്തിന് പറയുന്നുണ്ട്. ഇല്ലമ്മേ, കണ്ണൻ എന്ത് ചെയ്താലും ഇവളെ ഈ ഒരു സാഗറിൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് കൊണ്ട് എന്തായാലും കണ്ണൻ ഇനി ഇവളെ തിരിഞ്ഞു നോക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന രംഗം എന്ന് പറയുന്നത് ഈ പിന്നെ ടെക്സ്റ്റൈൽസിൽ നമ്മുടെ മേഘനാഥൻ ചെല്ലുകയാണ്. അപ്പം മേഘനാഥനെ കണ്ടതും ഈ മഞ്ജുവിൻ്റെ ഒരു കൂട്ടുകാരിയാണല്ലോ അവിടെ ജോലി മഞ്ജുവിനെ റെഡിയാക്കി കൊടുത്തത്. അപ്പോൾ അവൾക്ക് അറിയാം ഈ മേഘനാഥനെയും മഞ്ജുവിനെയൊക്കെ അറിയാവുന്ന ആളാണ്. അപ്പം മേഘനാഥനെ കണ്ടതും ആ മഞ്ജുവിൻ്റെ ഫ്രണ്ട് ഞെട്ടിത്തെറിക്കായിട്ട് എന്നിട്ട് ഓടിച്ചെന്ന് മഞ്ജുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മേഘനാഥൻ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ മഞ്ജു ആകെ അങ്ങ് പെട്ടെന്ന് ഷോക്കാവണം. ഇവിടെ ഇനി എന്തിനാണാവോ, ഇടയ്ക്കിടയ്ക്ക് അടുത്തുള്ള ഒരു കടയായതുകൊണ്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ വരുന്നതാണ്. ഇനിയിപ്പോൾ അങ്ങനെ മറ്റും ആണെങ്കിൽ കുറച്ച് നേരം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നാൽ മതിയായിരുന്നു. അപ്പോൾ മഞ്ജുവിൻ്റെ ഫ്രണ്ട് പറയുന്നത്,
പറയുന്നുണ്ട്, നീ അങ്ങനെ പേടിക്കുക ഒളിക്കുകയൊന്നും വേണ്ട, എത്ര നാൾ അങ്ങനെ ഒളിച്ചിരിക്കും, എന്താണെന്ന് നോക്കട്ടെ. അപ്പോൾ കാണാൻ കറക്റ്റ് നേരെ തന്നെ മേഘനാഥൻ മഞ്ജുവിൻ്റെ അടുത്ത് അങ്ങ് വരികയാണ്. വന്നിട്ട് എടീന്ന് പറഞ്ഞു അങ്ങ് വിളിച്ച് അങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് മഞ്ജു അറിയുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞല്ലോ. അപ്പോൾ മഞ്ജുവിൻ്റെ കൂട്ടുകാർ പറയാം, സാറേ എൻ്റെ സെക്ഷനിൽ വന്നോളൂ, എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്തു തരാം. ഞാൻ നിങ്ങളുടെ തുണിയും മണിയൊന്നും മേടിക്കാൻ വേണ്ടി വന്നല്ല, എവളെ കാണാൻ വേണ്ടി മാത്രം തന്നെ ഞാൻ ഈ തുണിക്കടയിൽ വന്നതെന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് എത്രത്തോളം പറ്റാവുന്ന നാറ്റിക്കാൻ പറ്റുന്ന രീതിയിൽ മേഘനാഥൻ മഞ്ജുവിനെ നാറ്റിക്കുകയാണ്. അതായത്, എടി നിൻ്റെ കെട്ടിയൻ ഒരു മയക്കുമരുന്ന് കേസിലെ പ്രതിയല്ലേ എടി, നീ ആണുങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ എടി ഇവിടെ വന്നത്, നാട്ടിലെ ആണുങ്ങളെ മൊത്തം പിടിച്ചു കഴിഞ്ഞോടി എന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിനെ എത്രത്തോളം ഇൻസൾട്ട് ചെയ്യാൻ പറ്റും ആ രീതിയിലല്ല. അപ്പോൾ അവിടെ നിൽക്കുന്ന ബാക്കി സ്റ്റാഫും 1-2 കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരും ഇതൊക്കെ കേട്ടിട്ട് ആകെ എന്തോ പോലെ അവർ ആവേണല്ലോ. മഞ്ജു ആകെ അങ്ങ് വല്ലാണ്ടാവേണ്. മഞ്ജുവിന് മനസ്സിലായി ഇയാളെ ഇങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ല, കാരണം എനിക്കും സാഗരേട്ടനെ ഇയാൾ എന്തായാലും ജീവിക്കാൻ സമ്മതിക്കില്ല, ഇയാൾക്കെതിരെ ഒരു കേസ് കൊടുത്താലേ ഇനി എന്തെങ്കിലും നടപടി ആവുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മേഘൻ അവിടെ കിടന്ന് മാക്സിമം നാറ്റിച്ച് ഇല്ലാണ്ടാക്കും നമ്മുടെ മഞ്ജുവിനെ. എന്നിട്ട് നേരെ മാനേജറുടെ റൂമിൽ കയറി പോണ്. അപ്പോഴേക്കും മഞ്ജുവിന് മനസ്സിലായി എന്തായാലും തൻ്റെ ജോലി ഇന്നുകൊണ്ട് എന്തായാലും തീർന്നു കിട്ടുമെന്ന്. കാര്യം ഈ മേഘൻ്റെ കൂട്ടുകാരനാണ് ഈ മാനേജർ. എന്നിട്ട് അവിടെ ചെന്ന് മഞ്ജുവിനെ കുറിച്ച് മോശപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനെയാണ്. മഹാലക്ഷ്മി ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചെന്ന് പറയുന്നത്, സാഗർ ഇങ്ങനെ നമ്മുടെ കമ്പനിയിൽ അവിടെ ഇങ്ങനെ ഇന്ന പണി ചെയ്തുകൊണ്ടിരുന്നു എന്നും ഞാൻ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു കണ്ണേട്ടാന്ന്. താൻ എന്തിനാണോ അവനെ പറഞ്ഞു വിട്ടത്, നമ്മളെ കമ്പനിയിൽ അവൻ പണിയെടുക്കുകയല്ലേ, പണിയെടുക്കുന്ന ഒരു തൊഴിലാളി എന്തിനാണ് പറഞ്ഞു വിട്ടത്. അപ്പോൾ മഹാലക്ഷ്മി പറഞ്ഞു, ഉണ്ണി വല്ലാത്ത മോശം രീതിയിലൊക്കെ സാഗറിനെ എന്നെയൊക്കെ ചേർത്ത് പറഞ്ഞു കണ്ണേട്ടാ, എനിക്ക് അന്നേരം അങ്ങനെ ആയി, പക്ഷെ അത് തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ടെന്ന് മഹി പറഞ്ഞു. അപ്പോൾ എന്നിട്ട് മഹി പറഞ്ഞു, ഞാനാണെങ്കിൽ മഹാലക്ഷ്മി ഇപ്പോൾ മഞ്ജു ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽസിലാണ് പോകുന്നതെന്നും കൂടെ ഉണ്ണീൻ്റെ അടുത്ത് അറിയാണ്ട് പറഞ്ഞും പോയി കണ്ണേട്ടാ. ഇനിയിപ്പോൾ യവൻ ചെന്ന് ആ മേഘനാഥനോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ മിക്കവാറും ആ ഒരു ജോലിയും കൂടെ മേഘനാഥൻ തെറിപ്പിച്ച് കളയും. ഇനിയിപ്പോൾ അവരെന്ത് ചെയ്യും. അപ്പോൾ കണ്ണൻ പറഞ്ഞു, എത്രയാണെങ്കിലും അവൾ എൻ്റെ അനിയത്തിയാണ്, കാരണം അവൾ തെറ്റ് ചെയ്തു എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ അവളെ അങ്ങനെ ദുരിതത്തിലോട്ട് തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല. അപ്പം മഹീം പറഞ്ഞു, അതേ കണ്ണേട്ടെ, നമ്മുടെ ഏതെങ്കിലും കമ്പനി എന്തെങ്കിലും ജോലി. അപ്പോൾ കണ്ണൻ പറഞ്ഞു, ഇനിയിപ്പോൾ ടെക്സ്റ്റൈൽസ് ചെന്നിട്ട് മേഘൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി മഞ്ജുവിൻ്റെ ജോലി പോവുകയാണെങ്കിൽ നമുക്ക് അവൾക്ക് നമ്മുടെ ഫൈനാൻസിലെ ഏതെങ്കിലും ഒരു ഇതിൽ സെക്ഷനിൽ കൊടുക്കാം. സാഗർ അപ്പോഴേക്കും കൊന്ന് തെളിഞ്ഞ് ഏതെങ്കിലും ജോലിയൊക്കെ തപ്പി പിടിച്ചെടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ, എന്തായാലും ഒരാൾക്കെങ്കിലും ഒരു നല്ല ജോലി കൊടുക്കാമെന്നിങ്ങനെ അവർ രണ്ടുപേരും കൂടെ തീരുമാനിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ഈ ഒരു രീതിയിൽ പോവാണ്. അങ്ങനെ നമ്മുടെ സാഗർ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ സാഗർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് വൈകിട്ടായപ്പോൾ നമ്മുടെ മഞ്ജുവിനെ വിളിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ മഞ്ജുവിനെയും വിളിച്ച് വീട്ടിൽ വന്നിട്ട് സാഗർ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇന്നതുപോലെ ഉണ്ണി വർക്ക് സൈറ്റിൽ വെച്ച് എന്നെ കാണേ, എൻ്റെ നെഞ്ചോട് ചേർത്ത് ചവിട്ടേ, അപ്പം സാഗറേട്ടനെ തിരിച്ച് അവന് കൊടുത്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ, അതെങ്ങനെയാണ് അവരുടെ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ എങ്ങനെയാണ് മഞ്ജു ഞാൻ തിരിച്ചടിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഞ്ജുവും പറയുന്നുണ്ട്, ഇന്ന് എന്നെ ഏട്ടത്തി കണ്ടു എന്നും, അപ്പോൾ ഏട്ടത്തിക്ക് വലിയ വിഷമമായിരുന്നു, പക്ഷേ എന്നാലും സാഗറേട്ടനെ പിരിച്ചു വിട്ടത് എന്തായിരിക്കും എന്തിനായിരിക്കും ഏട്ടത്തി അങ്ങനെ ചെയ്തതെന്ന് ഇങ്ങനെ മഞ്ജു ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും ജീവിതത്തിൽ ഈ മേഘനാഥൻ വലിയൊരു വെല്ലുവിളി തന്നെയാണ് കേട്ടോ. അത് മാത്രമല്ല, ഉണ്ണിക്ക് ഇത്രയും കഷ്ടതകൾ വന്നിട്ടും അവൻ്റെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. സ്വന്തം കൂടപ്പിറപ്പായ മഞ്ജുവിനോട് പോലും ഒരു അനുകമ്പയില്ല. അപ്പോൾ കാര്യം മഞ്ജു ചെയ്തത് അവർക്ക് സഹിക്കാൻ പറ്റാതെ, എങ്കിലും ഒരു അനുകമ്പയില്ല. അവളെ എത്രത്തോളം സങ്കടപ്പെടുത്തി ഇതാക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടല്ലേ മേഘനാഥൻ്റെ അടുത്ത് ചെന്ന് അവളെ തുണിക്കടയിലാണ് വർക്ക് ചെയ്യണതും അവിടുത്തെ പണിയും കളയിപ്പിക്കണമെന്നൊക്കെ പറയുന്നത്. അവരുടെ എല്ലാവരുടെയും മനസ്സിലിരിപ്പ് വേറൊന്നുമല്ല, എത്രയും പെട്ടെന്ന് മഞ്ജുവിനെ സാഗറിൽ നിന്ന് അകറ്റി തിരിച്ച് എല്ലാവരും ആരും നോക്കാനില്ലാണ്ട് വീണ്ടും മേഘനാഥൻ്റെ കാൽക്കീഴിൽ തന്നെ കൊണ്ടുവരണം എന്നുള്ളതാണ് അവരെല്ലാവരും കൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഉദ്ദേശം എത്രത്തോളം ശരിയാവുമെന്നൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും കണ്ണൻ സ്വന്തം പെങ്ങളെ അങ്ങനെ കൈവിട്ട് കളയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. സാഗർ ഏത് രീതി എങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം സാഗർ ആദ്യഘട്ടങ്ങളിൽ
സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ മയക്കുമരുന്ന് വിൽപ്പനയൊക്കെ ആയിട്ട് നടന്നേനല്ലോ. അപ്പം മഹി തന്നെ കണ്ണനോട് പറയുന്നുണ്ട്, പക്ഷേ ഈ തോമസ് ഡോക്ടറുടെ ഇതിൽ എനിക്ക് തോന്നുന്നത് ഈ മേഘനാഥൻ പണി കൊടുത്തതാണ് സാഗറിനിട്ട്. കാര്യം ആ കേസ് ഒന്ന് തെളിഞ്ഞ് വരികയാണെങ്കിൽ സാഗറിന് അവിടെ തന്നെ ജോലി കിട്ടും. തോമസ് ഡോക്ടറുടെ അടുത്താണെങ്കിൽ നല്ല ജോലി നല്ല ശമ്പളവും തന്നെ അവനുണ്ടാകും എന്ന് പറയുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി. അതുപോലെ കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും മാർക്കോയും അതുപോലെ നമ്മുടെ അനന്തും ആ കേസ് തെളിയിക്കാനുള്ള എല്ലാ പഴുതുകളും തപ്പി നടക്കുകയാണ്. എന്തായാലും ആ കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേഘനാഥന് 8ൻ്റെ പണി കിട്ടുമെന്നുള്ളത് അവർ രണ്ടുപേരും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ മഹാലക്ഷ്മിയുടെ ഒരു ഇൻട്രോ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കാണാം. നമുക്ക് വ്യക്തമായിട്ടുള്ള പ്രൊമോ നമുക്ക് കിട്ടുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ കഥ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ചെറുതായിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റൊക്കെ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കണം കേട്ടോ. എല്ലാവരും നമ്മുടെ സുമി മുഫാസ് മനസ്സിൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.